ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ലൈഫ് ഗിവിങ് വാട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ടില്ല അല്ലേ? ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾക്ക് ആ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. വെൻ വാട്ടർ ടേൺസ് എ വില്ലൻ, ഡസ് ഇൻ വാട്ടർ വിച്ച് ഇസ് സോ എസെൻഷ്യൽ ഫോർ ലൈഫ് ഓൾസോ ബിക്കം എ ഡിസ്ട്രോയർ അറ്റ് ടൈംസ്? ഡു യു ഹാവ് സച്ച് എക്സ്പീരിയൻസസ്? എന്താ ചോദിച്ചിരിക്കുന്നത്? വെള്ളം എന്ന് പറഞ്ഞ വസ്തു നമ്മൾക്ക് ജീവിക്കാൻ അനിവാര്യമാണല്ലോ. ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആളാണ് വെള്ളം അല്ലേ, വാട്ടർ. ഈ വാട്ടർ തന്നെ ചില സമയങ്ങളിൽ വില്ലനായി മാറാറില്ലേ? അതെപ്പോഴൊക്കെയാണ്? ഫ്ലഡ് അല്ലേ, പ്രളയം, പിന്നെ സുനാമിയൊക്കെ വരുമ്പോൾ ആരാ വില്ലനായി മാറുന്നത്? വെള്ളമാണ് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ വെൻ വാട്ടർ ടേൺസ് എ വില്ലൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, നമ്മൾക്കും അതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഡു യു ഹാവ് സച്ച് എക്സ്പീരിയൻസസ്? നിങ്ങൾക്കും അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെയുള്ള വെള്ളം കാരണമുള്ള ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി റീഡ് അമ്മൂസ് ഡയറി നോട്ട്. അമ്മു എന്ന് പറഞ്ഞ കുട്ടിയുടെ ഡയറി നമ്മൾക്ക് തന്നിട്ടുണ്ട്. നമ്മൾക്കൊന്ന് വായിച്ചു നോക്കാം. ജൂലൈ 11 എഴുതിയ ഡയറിയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി സിൻസ് മോർണിംഗ്. നോട്ട് ദി ജെൻറ്റൽ റെയിൻ സീൻ ടിൽ യെസ്റ്റർഡേ ബട്ട് ഹെവി ഡൗൺ പോർ ഇൻ ഓൾ ഇറ്റ്സ് ഫ്യൂരി. രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ട പോലെയുള്ള മഴയല്ല. ഇന്നലെ കണ്ട പോലെയുള്ള മഴ എങ്ങനെയായിരുന്നു? ജെൻറ്റിലായിരുന്നു, ഭയങ്കര ശാന്തമായിട്ടുള്ള മഴയായിരുന്നു. പക്ഷേ ഇന്നെങ്ങനെയാണ്? കോരിച്ചെരിയുന്ന മഴയാണ്. സ്ട്രോങ് വിൻഡ്സ് അറ്റ് ടൈംസ് ബ്ലോയിങ് ആസ് ഇഫ് ടു ഫ്രൈറ്റൻ ദി മാംഗോ ട്രീയിലെ അപ്റൂട്ടഡ്. ഭയങ്കര കൊടുങ്കാറ്റൊക്കെ വീശുകയാണ്, നമ്മളെ പേടിപ്പിക്കാൻ എന്നുള്ളതുപോലെ കൊടുങ്കാറ്റ് വീശുകയാണ്. ആ കാറ്റൊക്കെ കൊണ്ട് മാംഗോ ട്രീ, മാവിൻ്റെ വേരൊക്കെ പുറത്തു വന്നിരിക്കുന്നു, മണ്ണിൻ്റെ പുറത്തു വന്നിരിക്കുന്നു. വെൻ ദി റെയിൻ സബ്സൈഡഡ് എ ലിറ്റിൽ ഐ വെൻറ്റ് വിത്ത് മൈ ഫാദർ ടു ആരതീസ് ഹൗസ്. വാട്ടർ ഹാഡ് എൻറ്റേർഡ് ഹെർ ഹൗസ്. മഴ ഒന്ന് ശമിച്ചപ്പോൾ ഞാനും എൻ്റെ അച്ഛനും, ഞാൻ ഇവിടുത്തെ അമ്മു അല്ലേ, അമ്മുവിൻ്റെ ഡയറിയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ അമ്മുവിൻ്റെ അച്ഛനും കൂടി ആരതിയുടെ വീട്ടിൽ പോയി. മഴയൊന്ന് ശാന്തമായപ്പോൾ ആരതിയുടെ വീട്ടിലാണെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ദി വാൾ ഓൺ ദി സൗത്തേൺ പാർട്ട് ഓഫ് ദി ഹൗസ് ഹാഡ് കൊളാപ്സ്ഡ്. ഐ ഫെൽറ്റ് വെരി സാഡ് വെൻ ഐ സോ ആരതി ആൻഡ് ഹെർ മദർ സ്റ്റാൻഡിങ് ഹെൽപ്ലെസ്ലി നീ ഡീപ്പ് ഇൻ വാട്ടർ. ഒരു വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള മതിലാണെങ്കിൽ പൊളിഞ്ഞു പോയി, കൊളാപ്സ് ചെയ്ത് നശിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അമ്മുവിനാണെങ്കിൽ സങ്കടം വന്നു ആരതിയുടെ അവസ്ഥ കണ്ടിട്ട്. എങ്ങനെയാണ്? മുട്ടുവരെയാണ് വെള്ളം നിൽക്കുന്നത്, മുട്ടുകാല വരെ വെള്ളം പൊങ്ങി നിൽക്കുകയാണ്. വെൻ മൈ ഫാദർ ആസ്ക്ഡ് ദം ടു സ്റ്റേ വിത്ത് us in our house till the rain subsided, I felt like hugging and kissing him since I also wanted to suggest the same to him. എന്താ പറയുക, നമ്മുടെ അമ്മുവിൻ്റെ അച്ഛനാണെങ്കിൽ ആരതിയുടെ അമ്മയോടും മഴ ശമിക്കുന്നത് വരെ അമ്മുവിൻ്റെ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മുവിന് ഭയങ്കര സന്തോഷം തോന്നി, കാരണം അമ്മുവിൻ്റെ കൂട്ടുകാരിയല്ലേ. അച്ഛനിങ്ങനെ പറഞ്ഞപ്പോൾ അമ്മുവിന് ഭയങ്കര സന്തോഷം തോന്നി. അവരുടെ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അമ്മുവും ഈ കാര്യം തന്നെ പറയാനിരിക്കുമായിരുന്നു, വീട്ടിൽ വന്ന് നിൽക്കാൻ. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനുള്ള സന്തോഷം തോന്നി. അതാണ് നമ്മുടെ അമ്മുവിൻ്റെ ഡയറി. ഇഫ് അമ്മൂസ് ഫാദർ ഹാഡ് നോട്ട് ഹെൽപ്ഡ് ആരതി ആൻഡ് ഹെർ മദർ, ഹൗ മിസറബിൾ ഇറ്റ് വുഡ് ഹാവ് ബീൻ. നമ്മുടെ അമ്മുവിൻ്റെ അച്ഛൻ ആരതിയെയും അവളുടെ അമ്മയെയും സഹായിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ ഭയങ്കര സങ്കടകരമായിരിക്കും അല്ലേ. യു ഓൾസോ മൈറ്റ് ഹാവ് സീൻ ഡിസാസ്റ്റേഴ്സ് കോസ്ഡ് ബൈ റെയിൻ. യു മൈറ്റ് ഹാവ് കം ടു നോ സച്ച് തിങ്സ് ഫ്രം ദി ന്യൂസ് ത്രൂ മീഡിയ സച്ച് ആസ് ദ റേഡിയോ, ന്യൂസ് പേപ്പർ, ടെലിവിഷൻ ആൻഡ് സോ ഓൺ. നിങ്ങളും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ, അതായത് മഴ കാരണം ഉണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ന്യൂസ് പേപ്പർ വഴിയോ റേഡിയോ വഴിയോ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവാം അല്ലേ. എങ്കിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കണ്ടക്ട് എ ഡിസ്കഷൻ ഓൺ സച്ച് ന്യൂസ് ഇൻ ദി ക്ലാസ്. ഇതുപോലെയുള്ള വാർത്തകളെക്കുറിച്ച് നിങ്ങളൊന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് സ്വയം ഡിസ്കസ് ചെയ്താലും മതി, ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലല്ലോ. എന്തിനൊക്കെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെ ടോപ്പിക്കാണ്? ഫ്ലഡ്, സോയിൽ ഇറോഷൻ. ഫ്ലഡ് എന്താ? പ്രളയം. സോയിൽ ഇറോഷൻ മണ്ണൊലിപ്പ്, ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടൽ, മഡ് സ്ലൈഡ് മണ്ണിടിച്ചിൽ, പിന്നെ അപ്രൂട്ടിംഗ് ഓഫ് ട്രീസ്, ഈ മരത്തിൻ്റെ വേരൊക്കെ പുറത്തേക്ക് വരില്ലേ, അതാണ്. പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ആൻഡ് ബിൽഡിങ്സ്, വീടും കെട്ടിടങ്ങളൊക്കെ തകർന്നു പോകുന്നതിനെക്കുറിച്ച്. പിന്നെ സീ ടർബുലൻസ്, കടൽക്ഷോഭം. പിന്നെ ഡിസീസസ് ഓഫ് റെയിനി സീസൺ, മഴക്കാലത്ത് ഉണ്ടാവുന്ന പകർച്ചവ്യാധികളെക്കുറിച്ച്. ഡിസ്ട്രക്ഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിനാശം. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് പ്രിവെൻറ്റീവ് സ്റ്റെപ്സ് ക്യാൻ വി ടേക്ക് ടു അവോയ്ഡ് ഡെത്ത് ബൈ ഡ്രോണിങ്. ഇനി ഡ്രോണിങ് എന്താ? മുങ്ങി മരണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പത്രത്തിലൊക്കെ സ്ഥിരം ഉണ്ടാവാറുണ്ട്, ഒരു കുട്ടി ഇങ്ങനെ മുങ്ങി മരിച്ചു എന്നൊക്കെ കുറിച്ച് ഉണ്ടാവാറുണ്ട്. അതുപോലെയുള്ളൊരു ന്യൂസ് പേപ്പർ കട്ടിങ് ഇവിടെ തന്നിട്ടുണ്ട്. റിവർ ഇൻ ഫ്യൂരി, ഡെത്ത് ബൈ ഡ്രോണിങ് റിപ്പീറ്റഡ്. ആവർത്തിച്ച് മുങ്ങി മരണം സംഭവിക്കുന്നു എന്നുള്ള ഒരു ന്യൂസാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കുറ്റിപ്പുറ,
Death by drowning has become a continuous story at Mallur Jetty near Kuttipuram Bridge. Local people say that the river flowing in fury on reaching this area forms a death trap. A devotee from Karnataka was drowned to death here yesterday. He had reached here with a group of 30 devotees from Mangalore. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കുട്ടിപ്പുറം ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ഒരു നദിയിൽ എപ്പോഴും മുങ്ങിമരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. റിവർ കലിതുള്ളി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ചെല്ലുന്ന ആളുകൾക്കൊക്കെ മരണക്കുഴിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരാൾ മരിച്ചു എന്നും പറയുന്നുണ്ട്. ഒരു തീർത്ഥാടകൻ, കർണാടകയിൽ നിന്നുള്ള ഒരു തീർത്ഥാടകൻ മുങ്ങി മരിച്ചു കഴിഞ്ഞ ദിവസം എന്നും പറയുന്നുണ്ട്. അതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ന്യൂസ് പേപ്പർ മുങ്ങിമരണത്തെക്കുറിച്ച്. ഇനി കുറച്ച് പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഈ മുങ്ങിമരണം തടയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് വായിച്ച് നോക്കാം. എവ്രിബഡി മേ ബി ഗിവൻ ട്രെയിനിങ് ഇൻ സ്വിമ്മിങ്. നീന്തൽ പരിശീലനം നൽകുക എല്ലാവർക്കും. അതൊരു പരിഹാരമാണ് അല്ലേ. പ്ലാന്റെയിൻ സ്റ്റെംസ് വിച്ച് ഫ്ലോട്ട് ഓൺ വാട്ടർ ഓർ ഇൻഫ്ലേറ്റഡ് ട്യൂബ്സ് ഓഫ് 4 വീലേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ്. ഇനി ഈ നീന്തൽ പരിശീലനം നൽകാൻ വേണ്ടി വാഴയുടെ സ്റ്റെമ്മൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ നീന്തൽ പഠിക്കും അല്ലേ. പിന്നെ ഇൻഫ്ലേറ്റഡ് ട്യൂബ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത്, അതൊക്കെ ഉപയോഗിക്കാം. സർവീസസ് ഓഫ് വാട്ടർ ഡൈവേഴ്സ് ആൻഡ് ലൈഫ് ഗാർഡ്സ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. സേഫ്റ്റി ബോട്ട്സ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ആർ ടു ബി പ്രൊവൈഡഡ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ഇൻ വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഷുഡ് ബി എൻഷുർഡ് അറ്റ് സച്ച് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ്. വെള്ളത്തിൽ നീന്തുന്ന ആൾക്കാർ, നന്നായിട്ട് നീന്താൻ അറിയാവുന്ന ആൾക്കാർ ലൈഫ് ഗാർഡ്സിൻ്റെയൊക്കെ സഹായം തേടാം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലല്ലേ. അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ വാട്ടർ ബോഡീസ് ആൻഡ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ആർ ഫിൽഡ് വിത്ത് മഡ് ആൻഡ് റിവർ ബാങ്ക്സ് ആർ എൻറോച്ച്ഡ് ഫോർ ബിൽഡിംഗ് പർപ്പസസ്, ദി ഫ്ലോ ഓഫ് വാട്ടർ ഗെറ്റ്സ് ബ്ലോക്ക്ഡ്. എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത്? എങ്ങനെയാണ് കൂടുതലായിട്ട് ഈ പ്രളയങ്ങൾ സംഭവിക്കുന്നത്? എങ്ങനെയാണ്? അഗ്രികൾച്ചറൽ ഫീൽഡ്സ് കൃഷിയിടങ്ങളൊക്കെ ചെളി കൊണ്ട് നിറയുമ്പോഴും പിന്നെ റിവർ പുഴകൾ നികർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എൻറോച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് നികർത്തി അവിടെ വീടൊക്കെ പണിയും അല്ലേ, ബിൽഡിങ് പണിയും, കെട്ടിടങ്ങൾ പണിയും. അതിനുവേണ്ടി നമ്മൾ പുഴയൊക്കെ നികർത്തും. അങ്ങനെ സംഭവിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വെള്ളം കെട്ടിക്കിടക്കും. വെള്ളത്തിന് ഒഴുകിപ്പോകാൻ പറ്റില്ല. വെള്ളം ഒഴുകിപ്പോയാലല്ലേ പ്രളയമൊക്കെ വരാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കും. അങ്ങനെയാണ് പ്രളയം ഉണ്ടാകുന്നത്. ഫ്ലഡ്സ് ഒക്കർ ആസ് എ നാച്ചുറൽ കോൺസിക്വൻസ് ഇൻ സച്ച് പ്ലേസസ്. ഇതുപോലെ ചെയ്യുന്നതിൻ്റെ ഫലമായി ഫ്ലഡ്സ് ഉണ്ടാകും, പ്രളയം ഉണ്ടാകും അല്ലേ. മാൻമെയ്ഡാണ്, അതായത് മനുഷ്യർ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണല്ലേ. മനുഷ്യരൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പ്രളയമൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ കുറച്ച് പ്രകൃതി ദുരന്തങ്ങളുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫ്ലഡ്, പ്രളയത്തിൻ്റെ പിക്ചർ, പിന്നെ ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ, സീ ടർബുലൻസ്, കടൽക്ഷോഭം, ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഡെത്ത്സ് ബൈ ഡ്രോണിങ് ദാറ്റ് ആർ കോമൺ ഇൻ ദി റെയിനി സീസൺ ആർ മോസ്റ്റ്ലി കോസ്ഡ് ബൈ unsafe water-logged areas, the unscientific construction work in steep places, the cultivation methods with large-scale soil digging, the leveling of hills and deforestation leads to landslides. Landslide, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ വർക്കിംഗ് സ്റ്റീപ്പ് പ്ലേസസ്, മലനിരപ്പ്, അവിടെയൊക്കെ നമ്മൾ അൺസയൻറ്റിഫിക് ആയിട്ട് നന്നായി ശ്രദ്ധിക്കാതെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യും. പിന്നെ ലാർജ് സ്കെയിൽ സോയിൽ ഡിങ്ങിങ് എന്ന് പറഞ്ഞാൽ അധികമായി മണ്ണിങ്ങനെ കുഴിച്ച് കൃഷി ചെയ്യുമ്പോഴൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും. പിന്നെ ഹിൽസ്, മലകൾ നമ്മൾ നികത്തുമ്പോൾ. പിന്നെ ഡിഫോറസ്റ്റേഷൻ എന്താ? വനനശീകരണം. ഇതൊക്കെ ലാൻഡ് സ്ലൈഡ്സിന് കാരണമാകും, ഉരുൾപൊട്ടലിന് കാരണമാകും. Even though not man-made, sea turbulence also causes great destruction and loss. Man-made അല്ലെങ്കിലും മനുഷ്യരുണ്ടാക്കി വെക്കുന്നതല്ലെങ്കിലും ഈ കടൽക്ഷോഭം എങ്ങനെ നാശം വിതയ്ക്കും അല്ലേ, മനുഷ്യർക്ക് തന്നെ നാശം വിതയ്ക്കും. The intensity of loss by accidents is further increased when people ignore warnings and live close to the seashore. കടലിന് ഏറ്റവും ചേർന്ന് വീടൊക്കെ വെച്ച് താമസിക്കുമ്പോഴാണ് ഈ കടൽക്ഷോഭം കൂടുതലായിട്ട് നാശം വിതയ്ക്കുന്നത് അല്ലേ. പിന്നെ കോസ്റ്റൽ ഇറോഷൻ can be controlled by constructing sea walls and raising mangroves. കോസ്റ്റൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ തീരദേശ മണ്ണൊലിപ്പ്. ഈ തീരദേശ മണ്ണൊലിപ്പ് തടയാനുള്ളൊരു മെത്തേഡ് തന്നിട്ടുണ്ട്. കടൽഭിത്തി പണിയുക അല്ലെങ്കിൽ മാംഗ്രോവ്സ്, കണ്ടൽ കാടുകളൊക്കെ നട്ടുപിടിപ്പിക്കുക. ഇങ്ങനെ നമ്മൾക്ക് തീരദേശ മണ്ണൊലിപ്പ് തടയാമെന്നും പറഞ്ഞിട്ടുണ്ട്.
ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. കുറച്ച് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രിവെൻറ്റീവ് മെത്തേഡ്സ്, തടയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി ഫ്ലഡ്, ആദ്യം തന്നിരിക്കുന്നത് ഫ്ലഡ്, പ്രളയം തടയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. സ്റ്റോപ്പ് ദി എൻറോച്ച്മെൻറ്റ് ഓഫ് റിവേഴ്സ്, പുഴകളൊക്കെ നികർത്താതിരിക്കുക, കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പുഴകളൊക്കെ നികർത്താതിരിക്കുക. പിന്നെ മഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ. കട്ട് ദി സ്ലോപ്പിംഗ് ലാൻഡ് ഇൻ ടു ലെയേഴ്സ്, സ്ലോപ്പിംഗ് ലാൻഡ് അതായത് മലനിരകളിങ്ങനെ കട്ട് ചെയ്ത് സ്റ്റെപ്പ് പോലെ കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മണ്ണൊലിപ്പ് കുറച്ചൊക്കെ നമ്മൾക്ക് കുറയ്ക്കാം. പിന്നെ ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ. അവോയ്ഡ് ഡീഫോറസ്റ്റേഷൻ, സ്റ്റോപ്പ് ലെവലിംഗ് ഓഫ് ഹിൽസ്, വനനശീകരണം ഒഴിവാക്കുക. പിന്നെ മലകളൊക്കെ ലെവൽ ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ വെക്കുക. അങ്ങനെ നമ്മൾക്ക് ഉരുൾപൊട്ടൽ ഒഴിവാക്കാം. പിന്നെ ഡ്രൗണിങ്, മുങ്ങിമരണത്തിന് എന്താ ചെയ്യുക? ടീച്ചിങ് സ്വിമ്മിങ്, വാട്ടർ സേഫ്റ്റി ആൻഡ് സേഫ് റെസ്ക്യൂ സ്കിൽസ്, എന്താ നീന്തൽ പരിശീലനങ്ങൾ നൽകുക. പിന്നെ എങ്ങനെ എളുപ്പം വെള്ളത്തിൽ വീണാൽ തന്നെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കുറച്ച് കഴിവുകളൊക്കെ പഠിപ്പിക്കുക. പിന്നെ കോസ്റ്റൽ ഇറോഷൻ, തീരദേശ മണ്ണൊലിപ്പ് എങ്ങനെ തടയാം എന്നാണ്. കൺസ്ട്രക്ഷൻ ഓഫ് സീ വാൾസ് ആൻഡ് റേസിംഗ് മാംഗ്രോവ്സ്, ഇത് നമ്മൾക്ക് നേരത്തെ ആ ഡിസ്ക്രിപ്ഷനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് അതങ്ങോട്ട് പകർത്തി എഴുതിയാൽ മതി. അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ കഴിഞ്ഞു. ലൈഫ് ഗിവിങ് വാട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തോളാം. അതാകുമ്പോൾ ഞാനിനി അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.